ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം മതിയായിരുന്നു ഭാരതയുദ്ധം ഒഴിവാക്കാൻ. പക്ഷേ ധർമ്മം അവിടെ തോറ്റുപോയിരുന്നു. നിങ്ങൾ ആ രംഗമൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ചന്ദനത്തിരിയുടെ ഗന്ധം ഒഴുകി നടക്കുന്നു. ദൂരെ എവിടെ നിന്നോ ക്ഷേത്രത്തിൽ നിന്നുള്ള മണിനാദം കേൾക്കുന്നു. ആഢ്യത്വം തുളുമ്പുന്ന രാജസദസ്സ്. അവിടെ നൂറ്റുപേരുടെ കൊട്ടാരത്തിൽ ചൂതാട്ടക്കളം അരങ്ങേറുകയാണ്. പാണ്ഡവരെല്ലാം നഷ്ടപ്പെട്ട് അടിമകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒടുവിൽ ധർമ്മപത്നിയായ ദ്രൗപദിയെപ്പോലും പണയം വെക്കുന്നു. അതും നഷ്ടപ്പെട്ടപ്പോൾ കൗരവർ ആ ദുശാസനനെ വിളിച്ചു ദ്രൗപദിയെ സഭയിലേക്ക് കൊണ്ടുവരാൻ. മുടിയടിച്ചിട്ട് കണ്ണീരോടെ അവൾ ഭയം കൊണ്ട് വിറച്ചു. ദുശാസനൻ അവളുടെ വസ്ത്രം വലിച്ചൊരിയുമ്പോൾ അവൾ കണ്ണുകളടച്ച് കൃഷ്ണനെ വിളിച്ചു പ്രാർത്ഥിച്ചു. അവിടെ അത്ഭുതം സംഭവിച്ചു. ഉരിയുന്നതിനനുസരിച്ച് പുടവകൾ വന്നുകൊണ്ടേയിരുന്നു. ദുശാസനൻ തളർന്നുപോയി. പക്ഷേ ആ സദസ്സിലെ ഭീഷ്മരും ദ്രോണരും മറ്റു മഹാന്മാരും നിസ്സഹായരായിരുന്നു. അപ്പോൾ ദ്രൗപദി ഒരു ചോദ്യം ചോദിച്ചു. സ്വയം നഷ്ടപ്പെട്ടൊരാൾക്ക് മറ്റൊരാളെ എങ്ങനെ പണയം വെക്കാനാവും? ആ ചോദ്യം ഒരു കൊടുങ്കാറ്റുപോലെ ആ സദസ്സിനെ പിടിച്ചുലച്ചു. പക്ഷേ ആർക്കും ഉത്തരമുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അന്നവിടെ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരുന്നെങ്കിൽ. ഇതുപോലെയുള്ള കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.